മുഖവും ശരീരവും ഒരേപോലെ നിറം വെക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ നിറം വെക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാനായിട്ട് നോക്കുക. നല്ലപോലെ നിങ്ങളുടെ ശരീരവും മുഖവും ഒക്കെ നിറം വെക്കാനായിട്ട് സാധിക്കും. എന്തായാലും അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മുഖവും ശരീരവും നല്ല നിറം വെക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മുഖത്തിനും ശരീരത്തിനും നിറം വേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ നിറം വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലെ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ വരുന്നത് പൂർണ്ണമായിട്ടും നിറം വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്തായാലും അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനും മുഖത്തിനും നിറം വെക്കണം എന്നുള്ളത് നമ്മുടെ ഓരോ ആൾക്കാരുടെയും ആഗ്രഹമാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്തായാലും കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചോദിക്കും, ചേച്ചി നേരത്തെ ഒരു കഥയുടെ കാര്യം. തീർച്ചയായിട്ടും ഞാൻ അതെല്ലാം കഴിച്ച ഒരാൾ തന്നെയാണ്. നല്ലപോലെ നിറമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ പല കാരണത്താൽ എൻ്റെ ശരീരത്തിന് ചില സമയങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പം ആരോഗ്യപരമായിട്ട് വീക്കായിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ബോഡിയിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ചർമ്മത്തിനുമൊക്കെ നല്ല പോലെ നിറമൊക്കെ കുറയാറുണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. തീർച്ചയായും ഞാൻ കുടിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷേ എന്നാലും നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം. ഇപ്പം എല്ലാവർക്കും ഇപ്പം ഞാൻ എടുത്തു പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഇപ്പം പൈസ മുടക്കി നിറം വെക്കാനായിട്ട് മേടിക്കാനായിട്ട് പറ്റാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നിറം വെക്കണ്ടേ? അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിനു വേണ്ടി നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. എന്തായാലും പുറത്തു നിന്ന് അധികം ഒന്നും നമുക്ക് വേണ്ടി വരില്ല. ആദ്യത്തെന്ന് പറയുന്നത് നമ്മൾ ആഹാര കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ വേണം നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡിൽ നല്ലപോലെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിക്ക് നല്ലപോലെ നിറം വെക്കാനായിട്ടൊക്കെ സഹായിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നല്ലപോലെ ബീട്രൂട്ട്, ക്യാരറ്റ്, കൂടാതെ തന്നെ കുക്കുംബർ ഒക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. വെജിറ്റബിളിൽ ഫ്രൂട്ട്സിലേക്ക് പോവുകയാണെങ്കിൽ ആപ്പിള്, പൈനാപ്പിള്, പപ്പായ, അങ്ങനെയുള്ള നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതുമൊക്കെ നല്ലതാണ്. എന്നിവയൊക്കെ നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യാനായിട്ട് എളുപ്പം സഹായിക്കുന്ന ഫ്രൂട്ട്സ് ആണ്. കൂടാതെ തന്നെ വെജിറ്റബിളിനകത്താണ് മെയിനായിട്ട് പറയുവാണെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട് എന്നിവ നമ്മുടെ രക്തത്തിൻ്റെ അകത്ത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടിയിട്ട് നമ്മുടെ ബ്ലഡിനകത്ത് ഗ്ലൂട്ടാത്തോണിൻ്റെ അംശം കൂടുകയും അതുമൂലം ബോഡിയിലും ഒക്കെ നിറം വെക്കാനൊക്കെ സഹായിക്കുകയും കൂടി ചെയ്യും. ഈ പറഞ്ഞ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ദിവസവും നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇപ്പം നിങ്ങൾക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം, വേവിച്ച് കഴിക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് വെജിറ്റബിൾ കഴിക്കാൻ പറ്റുന്നതോ അങ്ങനെ നിങ്ങൾ വെജിറ്റബിൾ നല്ലപോലെ കഴിക്കുക. ഇപ്പം ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും എല്ലാ ദിവസവും ഒരാഴ്ചയോളം നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലപോലെ മാറ്റം കിട്ടും. ഇപ്പം നിങ്ങൾ ജ്യൂസ് ആണെങ്കിലും ഒക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറച്ചിട്ട് അതിന് പകരം ഹണി കൂട്ടുകയാണെങ്കിൽ, ഹണി അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല പോലെ ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ ലെമൺ ജ്യൂസ് ബെസ്റ്റാണ് കേട്ടോ. നല്ല പോലെ ഒരു എനർജി കിട്ടാനും നമ്മുടെ ഗ്ലൂട്ടാത്തോണിൻ്റെ അളവ് കൂട്ടാനുമൊക്കെ എളുപ്പം ലെമണിൽ നിന്ന് സാധിക്കും. ലെമൺ ജ്യൂസ് കുടിക്കുന്നതുമൊക്കെ നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാര കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യനിഷ്ഠതയോടുകൂടി ആഹാരങ്ങൾ കഴിക്കുക. ഈ ആഹാരം എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താം, വെജിറ്റബിൾ ഉൾപ്പെടുത്താം. കൂടാതെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. പിന്നെ അവിയലൊക്കെ ഉണ്ടല്ലോ, സാമ്പാറൊക്കെ കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് മീനും ഇറച്ചിയും കഴിക്കുന്നത് കൊണ്ടും മറ്റുള്ള പ്രശ്നമൊന്നുമില്ല. നല്ലപോലെ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമില്ല, അതാണ് മെയിൻ കാര്യം. പിന്നീട് നമ്മൾ ജീവിതത്തിൽ ദിവസവും ചെയ്യേണ്ട, ഞാൻ 7 ദിവസം വരെയും ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. പിന്നീട് മിൽക്ക്, നമ്മുടെ ശുദ്ധമായിട്ടുള്ള പാലിനകത്ത്
ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്നതും ഒക്കെ നമ്മുടെ രക്തത്തിനകത്ത് ആ ഒരു ഗ്ലോത്താട്ടോണിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ സഹായിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പാലും കുടിക്കാനായിട്ട് നോക്കുക. ഒരു ദിവസം ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കുക. കുക്കുംബർ ജ്യൂസ് കുടിക്കാം കേട്ടോ, നല്ലതാണ്. പാല് കുടിക്കാൻ ഇഷ്ടപ്പെടാത്തവർ കുക്കുംബർ ജ്യൂസ് കുടിക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോഫിയോ അല്ലെങ്കിൽ കടിഞ്ചായ ഒഴിവാക്കുക, കോഫി കുടിക്കാം. പിന്നെ സാധാരണ മിൽക്ക് ടീ ഉണ്ടല്ലോ അത് കുടിക്കാം. കട്ടൻ കാപ്പി കുടിക്കരുത്, അത് നല്ലതല്ല. ചില ആൾക്കാർക്ക് ബ്ലാക്ക് ടീ കുടിക്കുന്നതിനകത്താണ് താല്പര്യം. നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണോ അത് നിങ്ങൾക്ക് കുടിക്കാം. പക്ഷേ ഗ്രീൻ ടീ കുടിക്കുന്നത് ആൻറ്റി ഓക്സിഡൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂട്ടാനും ഒക്കെ ഇടയാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല പോലെ ഒരു എനർജിയോടുകൂടി നിൽക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല പോലെ ഒരു മാറ്റം ഉണ്ടാക്കാനൊക്കെ ഗ്രീൻ ടീയിൽ നിന്ന് സാധിക്കും. ഗ്രീൻ ടീ കുടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കോഫി കുടിക്കാം. എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, കൃത്യനിഷ്ഠതയോടുകൂടി ആഹാരങ്ങൾ കഴിക്കുക. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഒരു കൃത്യനിഷ്ഠത വെക്കുക. പിന്നെ ഇനി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കിലേക്കാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അകത്ത് കഴിക്കേണ്ടത് പറഞ്ഞു, ഇനി ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് പറയുന്നത്. നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ഒരു ബാത്തിങ് പൗഡർ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടി പറഞ്ഞു തരാം. ബീട്രൂട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ ജ്യൂസ് പിഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു കൊന്നുണ്ടല്ലോ നല്ലതുപോലെ പാനിനകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഡ്രൈ ആകുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് റൈസ് പൗഡറും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അത് ഇതാക്കിയിട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ട് അത് നല്ലപോലെ ഒരു നമ്മുടെ അരിപ്പയുണ്ടല്ലോ, അരിപ്പ വെച്ചിട്ട് ഇടഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പൗഡർ ദിവസവും ബോഡിയിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കിപ്പം ബീട്രൂട്ടിന് പകരം ഈ സെയിം മെത്തേഡിൽ തന്നെ ക്യാരറ്റ് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ലിക്വിഡ് മാറ്റിയിട്ട് ക്യാരറ്റും ഇതേപോലെ തന്നെ ഉപയോഗിക്കാം. അതും പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്ത ഒരു കാര്യമാണ് പറയുന്നത്. 1 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ പൊടി, 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചെറുപയറിൻ്റെ പൊടി, ഇത്രയും കൂടി എടുത്തിട്ട് അതിലേക്ക് അരിപ്പയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇടയണം. ഇത്രയും പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നല്ലപോലെ ഇടഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പൗഡർ ഒരു ടിന്നിലിട്ട് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കുളിക്കാൻ നേരം ആകുമ്പോൾ ബോഡിയിലും ഫേസിലും നമ്മുടെ കഴുത്തേലും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ബോഡിയിൽ നിന്ന് ഞാൻ വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ കുളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് മൊത്തവും ഞാനിപ്പോഴും കുളിക്കുന്നത് മൊത്തം ചൂടുവെള്ളത്തിലാണ്. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ നമ്മുടെ ബോഡിക്ക് ഒരു എനർജി കിട്ടുന്നതിനും നമ്മുടെ ബ്ലഡിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ നല്ലപോലെ കറക്റ്റായിട്ട് പാസേജ് നടക്കാനും ഒക്കെ എളുപ്പം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹോട്ട് വാട്ടറിലുള്ള കുളി. അതായത് ഭയങ്കരമായിട്ട് തീ പൊള്ളുന്ന രീതിയിലല്ല, നോർമൽ രീതിയിലുള്ള ആ ഒരു ചൂടുവെള്ളത്തിലുള്ള കുളി. പിന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന വേറൊരു പാക്ക് എന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ തൈര്, പുളിയില്ലാത്ത കട്ട തൈര്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ റൈസ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ കറി വെക്കുന്ന മഞ്ഞപ്പൊടിയോ, ഇത് നല്ലപോലെ ഒരു ക്രീം പരുവത്തിലാക്കി ഇടുക. ബോഡിയിലും കൈകളിലും ഫേസിലും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉണങ്ങിയിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊക്കെ നമ്മുടെ ബോഡിക്ക് നല്ലപോലെ നിറം വെക്കാനൊക്കെ സഹായിക്കും. രാത്രിയിൽ കിടക്കുമ്പോൾ ബോഡിയിലും ഒക്കെ ഒരു ക്രീം പുരട്ടുന്നത് ഏതെങ്കിലും നിങ്ങളുടെ കൈകളിലുള്ള പോൺസോ ഏതെങ്കിലും ഒന്ന് പുരട്ടാം. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ക്രീം നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് നോക്കുക. 2 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഗ്ലിസറിൻ, 1 ടേബിൾ സ്പൂൺ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്, അതായത് പൊട്ടിച്ചിടിഞ്ഞിനെ ഇട്ടുമ്പോൾ 1 ടേബിൾ സ്പൂൺ ആയിട്ട് കിട്ടണം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഫേസിലും കൈകളിലും ഒക്കെ പുരട്ടാം. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കളറിന് വേണ്ടി ഒരു നുള്ള് കസ്തൂരി മഞ്ഞൾ ഇടാവുന്നതാണ്. നല്ല അടിപൊളി ഒരു ക്രീമാണ്. ബോഡിക്ക് ഒക്കെ ഒരു നല്ലപോലെ സോഫ്റ്റ് ആവാനും ഒക്കെ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, അതിന് പകരം വേറെ എന്താണെന്നുള്ളത് ആലോചിക്കുന്നുണ്ടായിരിക്കും. ഈ പറയുന്ന കാര്യം ചെയ്യാം. കുങ്കുമാതി ഓയിൽ ബെസ്റ്റാണ് ബോഡിയെ നല്ല പോലെ നിറം വെക്കാനൊക്കെ. എന്തായാലും അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫേസിനും കഴുത്തേലും ബോഡിയിലും ഒക്കെ തേച്ചിട്ട് നല്ല പോലെ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് കുളിക്കാം. അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ കുളിക്കുന്നത് ആ സമയത്ത് ബോഡിയിൽ നിന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബോഡിക്ക് നല്ല പോലെ നിറം വെക്കാനും സ്കിന്നിൻ്റെ ചുളിവുകൾ ഇല്ലാതാക്കാനും സ്കിൻ നല്ലപോലെ ഗ്ലോ ആക്കി നിർത്താനൊക്കെ ഹെൽപ്പാകുന്ന കാര്യമാണ്.
എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്കതും മനസ്സിലായി കാണുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പാൽപ്പാട ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. തൈര് അപ്ലൈ ചെയ്യാം. ഏതാണോ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് കംഫർട്ടബിൾ എന്ന രീതിയിലുള്ളത് ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളൊരു ബോഡി മസാജൊക്കെ ചെയ്ത് കുളിക്കുന്നതുമൊക്കെ മൈൻഡ് ഫ്രഷ് ആവാനും ബോഡിക്കുമൊക്കെ നല്ലപോലെ ഒരു എനർജിയൊക്കെ കിട്ടാനൊക്കെ ഹെൽപ്പാകുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടുമിക്കതും മനസ്സിലായല്ലോ. എന്തായാലും നിങ്ങൾ ചെയ്യൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വെറും 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരവും മുഖവും ഒക്കെ നിറം വെച്ച് നല്ലപോലെ തിളക്കം വെക്കാൻ, പാല് പോലെ തിളങ്ങുന്ന ചർമ്മം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ വന്ന് ചോദിക്കൂ. അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളും. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.